നല്ല കള്ള് കിട്ടുന്ന എത്ര ഷാപ്പുകൾ കേരളത്തിലുണ്ട്. ഇന്നിപ്പോൾ ബാറുകളിലൊക്കെ നല്ല 5 സ്റ്റാർ അല്ലെങ്കിൽ 3 സ്റ്റാർ ബാറുകളിലൊക്കെ കള്ളും വിൽപ്പനയ്ക്കെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ നീങ്ങുന്നുണ്ട്. എന്നാൽ നല്ല കള്ള് കുടിക്കാൻ പറ്റുന്ന എത്ര ഷാപ്പുകൾ കേരളത്തിലുണ്ട്. പല സ്ഥലങ്ങളിലും ഒത്തിരി ഷാപ്പുകൾ നമുക്ക് കാണാം. നല്ല ഭക്ഷണം കിട്ടുന്ന, നല്ല ഫുഡ് കിട്ടുന്ന ഒത്തിരി ഷാപ്പുകൾ നമുക്ക് കാണാം. പല യാത്രകളിലും ഫാമിലി ഒരുമിച്ച് നമ്മളൊക്കെ കയറി ഇത്തരം ഷാപ്പുകൾ കയറി ഭക്ഷണമൊക്കെ കഴിക്കും. നല്ല എരിവുള്ള മീൻകറിയും ഇറച്ചിക്കറിയും അതുപോലെ ഞണ്ട് കറിയും ഒക്കെ കൂട്ടി ഉച്ചയ്ക്ക് നല്ല ഊണ് കഴിക്കാൻ ഷാപ്പുകളിൽ ആശ്രയിച്ച് പോകുന്ന ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി യാത്രക്കാരുണ്ട്. നല്ല നല്ല ഉഗ്രൻ ഊണായിരിക്കും ഷാപ്പിലൂണെന്ന് പറഞ്ഞ്. ഷാപ്പിൽ കയറി ഉച്ചയ്ക്ക് നല്ല എരിവൊക്കെ കൂട്ടിയുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, നല്ലൊരു സുഖകരമായ ഒരു ഏർപ്പാട് തന്നെയാണ്. എന്നാൽ നല്ലൊരു ഗ്ലാസ് കള്ള് കുടിക്കണമെങ്കിൽ ഷാപ്പിൽ കിട്ടുമെന്ന് മിക്ക ഷാപ്പുകളിലും പഞ്ചസാര കലക്കി മധുരക്കണ്ടെന്ന് പറഞ്ഞാൽ പഞ്ചസാരയൊക്കെ കലക്കിയാണ് കൊടുക്കുന്നത്. ചിലയിടത്തൊക്കെ പൊടി കലക്കി വിൽക്കുന്ന കള്ളുകളും ധാരാളമുണ്ട്. പിന്നെ നാട്ടിൻപുറത്തൊക്കെ ചെത്ത് വ്യവസായം വളരെ കുറഞ്ഞു കഴിഞ്ഞു. പലയിടത്തും കള്ള് വരുന്നത് പാലക്കാട് സൈഡിൽ നിന്നാണ്. ഈ പാലക്കാട് നിന്ന് ചെത്തുന്ന കള്ള് കേരളം മുഴുവൻ എത്തിക്കാനുള്ള കള്ള്, അത്രയും കള്ള് പാലക്കാട് കിട്ടുന്നുണ്ടോ? നമുക്ക് തോന്നും പാലക്കാട് നിന്ന് വ്യവസായ അടിസ്ഥാനത്തിൽ ഒരുപാട് സ്ഥലത്തിൽ ധാരാളം കള്ള് കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വണ്ടികൾ മുഖേന കൊടുക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം കേരളത്തിലെ മൊത്തത്തിൽ വരുന്ന ഷാപ്പുകൾക്ക് ഉള്ള അത്രയും അളവ് ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ്. നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നെ പണ്ടൊക്കെ ധാരാളം ചെത്തുകാരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അന്നത്തെ പരമ്പരാഗതമായി ചെത്തിക്കൊണ്ടിരുന്ന പല ആളുകളും ഇന്ന് ചെത്ത് വ്യവസായത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞു. മക്കളായിട്ട് പലർക്കും ആ ഒരു തൊഴിലിനോട് താല്പര്യമില്ല. പല സ്ഥലങ്ങളിലും ഇങ്ങനെ ചെത്തുകാരായി ജീവിച്ചിരുന്ന പല ആളുകളും ചെത്ത് വ്യവസായം നിർത്തി പല മേഖലകളിലേക്കും തിരിഞ്ഞു. അതുകൊണ്ട് നാട്ടിൻപുറത്ത് പല സ്ഥലങ്ങളിലും തെങ്ങ് ചെത്തും പന ചെത്തുന്ന ആളുകൾ വളരെ കുറവാണ്. ഇങ്ങനെ വന്നതോടുകൂടി നല്ല കള്ള് കിട്ടുന്ന ഷാപ്പുകളുടെ എണ്ണവും വളരെ കുറഞ്ഞു. പലയിടത്തും ഈ കലക്ക് കള്ളുകളാണ് എത്തുന്നത്. ഈ കലക്കുകൾ പൊടി കലക്കിയതും പഞ്ചസാര കലക്കിയതുമൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും വിൽപ്പന നടത്തുന്നത്. ഇത്തരം ഷാപ്പുകളാണ് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുള്ളത്. നല്ല ഫുഡ് കഴിക്കുന്നതിനൊപ്പം ഒരു ഗ്ലാസ് കള്ള് കുടിക്കാൻ ഷാപ്പിൽ കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതുപോലുള്ള കള്ളാകുമ്പോൾ ആ കള്ളിൻ്റെ ഗുണനിലവാരം എത്രത്തോളമാണെന്ന് നമുക്ക് ചിന്തിക്കാം. എന്തായാലും ഷാപ്പുകൾക്ക് കള്ള് കേരളത്തിൻ്റെ പാനീയമായ കള്ളിനെ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ, കൂടുതൽ ജനകീയമാക്കുമ്പോൾ അതിന് അനുസരിച്ച് നല്ലത് ലഭ്യമാക്കാനുള്ള സംവിധാനം കൂടി ഉണ്ടായാൽ വളരെ നന്നായിരുന്നു. ഷാപ്പിനൊപ്പം നല്ല ഫുഡ് കഴിക്കാൻ എത്തുന്ന ആളുകൾക്ക് ഒരു ഗ്ലാസ് കള്ളവും കുടിക്കാമല്ലോ. ആ കള്ള് നല്ലതായി, നല്ല നിലവാരമുള്ളതാണ്, നല്ല ഗുണനിലവാരമുള്ള ഒരു തരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം.